രാഹുൽ ഗാന്ധി ഇപ്പൊ ബീഹാർ തെരഞ്ഞെടുപ്പ് 6-ാം തീയതി, അതായത് ഇന്നും 11-ാം തീയതിയും നടക്കുകയാണ്. അതിന് തൊട്ട് തലേ ദിവസം ഇന്നലെ 5-ാം തീയതിയാണ് ഹരിയാനയിലെ ഹൈഡ്രജൻ ബോംബുമായി രാഹുൽ ഗാന്ധി രംഗപ്രവേശനം ചെയ്തത്. പക്ഷെ അത് വേണ്ട രീതിയിൽ, നേരത്തെ ആറ്റം ബോംബായിരുന്നു, ഇപ്പൊ ഹൈഡ്രജൻ ബോംബായിരുന്നു, അത് ഏറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ എങ്കിൽ പോലും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് കോടതിയിൽ പരാതി കൊടുക്കാതെ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താതെ അദ്ദേഹം എന്ത് ബോധ്യപ്പെടുത്താനാണ് ഇത്തരത്തിൽ സർക്കാർ വോട്ട് ചോരിയുമായി രംഗത്തെത്തുന്നത്? ഞാൻ പറയേണ്ടി വരുന്നത് എന്നോട് ക്ഷമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, കുറെ നാളായിട്ട് ശ്രദ്ധിക്കുക, ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഇയാളൊരു പോഷനാണ്. എന്ത് അബദ്ധമാണ് വിളിച്ചു പറയുന്നത്. ഈ ഹരിയാനയിലെ ഇലക്ഷന്, അല്ല മോറിസയിലെ, പഞ്ചാബിൽ, എവിടത്തെ ഇലക്ഷൻ ആണെങ്കിലും കള്ളയോട്ടുണ്ടെങ്കിൽ ഇയാളുടെ പാർട്ടിയില്ലേ അവിടെ? അവനൊക്കെ എന്താ ജോലി? ബൂത്ത് ഏജന്റന്മാരില്ലേ? എവിടെയെങ്കിലും ഒരിടത്തെങ്കിലും വോട്ട് തടഞ്ഞോ? എവിടെയെങ്കിലും വോട്ട് ഡബിൾ വോട്ട് വന്നെങ്കിൽ സാധ്യമല്ലെന്ന് പറയാനുള്ള മര്യാദ കാണിക്കണ്ടേ? കാണിച്ചിട്ടില്ലല്ലോ. ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കണ്ടേ? ചുമ്മാ കള്ളപ്രസ്താവനയായിട്ട് ഇങ്ങനെ നടക്കുക. ഇവരൊരു മാനസിക രോഗിയെ മാറിയിരിക്കുകയാണ്. സത്യം എന്താന്ന് ചോദിച്ചാൽ, നെഹ്റുവിന്റെ കാലം മുതൽ ഗാന്ധി കുടുംബം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയായിട്ടൊരു ബന്ധമില്ലല്ലോ. നെഹ്റു കുടുംബം, ആ നെഹ്റു കുടുംബത്തിന്റെ ഇപ്പോഴത്തെ വക്താവ് ഇയാളാണ്. ഈയുടെ അമ്മയുൾപ്പെടെ എല്ലാവരും ഈ രാജ്യം ഭരിച്ചവരും ഭരണാധികാരികളാണ്. ഈ പൊട്ടൻ വന്നപ്പോൾ പ്രതിപക്ഷത്തിരിക്കാൻ ആ ഭാഗ്യം കിട്ടിയത്. ആ പ്രതിപക്ഷത്തെ മാനസിക സംഘർഷമാണ്. പ്രധാനമന്ത്രിയെ കാണുമ്പോഴത്തേമാര് ചെകുത്താൻ കുറിച്ച് കാണുന്ന പോലെ അയാൾ വെള്ളം വെക്കുക. എന്തിനയക്ക് എന്നെ പറ്റി? അയാളെ മാനസിക രോഗത്തിന് എവിടെ കൊണ്ട് ചികിത്സിക്കുക? മനസ്സിന് ശക്തി വല്ല ആശുപത്രിയിൽ കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളതല്ല, വേറെ മാർഗമൊന്നുമില്ല. ഇത്രയധികം കള്ളവോട്ട് ചെയ്തെന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞാൽ എന്താ ഇത്? വോട്ട് ചേർത്തിന് തെറ്റുണ്ടോ? അത് ചൂണ്ടിക്കാണിക്കാൻ വരെ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കാനുള്ള മാന്യതയാണ് കാണിക്കേണ്ടത്. ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ. ചുമ്മാ ഓരോ ബോംബാണെന്ന് ഓരോ ഊളത്തരം പൊട്ടിക്കുക, അതിന് കുറച്ച് കോൺഗ്രസ്സുകാർ പുറകെ കിടക്കുക എന്നുള്ളതല്ല, വേറെ ആരെങ്കിലും കിട്ടും ഇതിന്? ഇത് ഞാൻ കേട്ടോ, എന്റെ നിയോജകമണ്ഡലത്തിൽ കള്ളവോട്ട് നടന്നാൽ ഞാൻ പരാതി കൊടുക്കും. ഞാൻ സ്ഥാനാർത്ഥിയാണ്, പരാതി കൊടുക്കണം, അതിന് ബാധ്യതയുണ്ട്. ഇതുവരെ പാർട്ടിയോടെ മത്സരിച്ചല്ലേ? പാർട്ടിക്കാർ ആരെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ ഇതുവരെ? ഇല്ലല്ലോ. ഞാനത് ഇന്ന് രാവിലെ പോലെ അന്വേഷിക്കുക. ഓരോരുത്തരും പരാതി കൊടുത്തിട്ടില്ല. വലിയ കാര്യമാണോ ഒരാൾക്ക് 2 വോട്ടുണ്ടെന്ന്? ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. പക്ഷെ അവൻ അവിടെ വോട്ട് ചെയ്ത് ഇവിടെ വോട്ട് ചെയ്ത് തെളിയിക്കണ്ടേ? അവിടെ വോട്ട് ചെയ്തിട്ടില്ല, പിന്നെ ഇവിടെ വോട്ട് ചെയ്ത് പിന്നെ എങ്ങനെ കളയോട്ടാവുന്നത്? അവിടെ വോട്ട് ചെയ്തിട്ടില്ല, പിന്നെ എന്താ പ്രശ്നം? അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. മനഃപൂർവ്വം വൃത്തികേട് പറഞ്ഞ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ അപമാനിക്കുക എന്ന ഈ പാകിസ്ഥാൻ പക്ഷപാതിയുടെ ശ്രമം അപലപനീയമാണ്. ഇയാള് പാകിസ്ഥാനിൽ പോട്ടെന്നേ, ഇത് പാകിസ്ഥാൻ പക്ഷപാതിയാണ്. പാകിസ്ഥാനാണ് എല്ലാം എന്നാണ് പറയുന്നത്. അയാളെ പാകിസ്ഥാനിൽ പോയി ജീവിക്കട്ടെ, അവിടെ പോയി അവിടുത്തെ നീതി ഒക്കെ നടപ്പാക്കി പോട്ടെ. അവിടെയാണ് ഇതിനു മുമ്പ് തല പോയേനെ, അറിയാവും. ഇവിടെ ഇന്ത്യയിലായോണ്ടാ ജനാധിപത്യത്തിന് ശക്തിയുണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നത്. എന്തുകൂടത്തിനും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റിനെ ഒഴിച്ച് ആരുടെയും തന്തയ്ക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള ജനാധിപത്യമാണ് ഇന്ത്യൻ ജനാധിപത്യം. അതുകൊണ്ട് ഇതൊക്കെ നടക്കും. വേറെ എവിടെയെങ്കിലും നടക്കുമോ? ഇത് വേറെ ഏതെങ്കിലും രാജ്യത്ത് നടക്കും? ഈയുടെ പ്രസ്താവന എല്ലാം പാകിസ്ഥാൻ പക്ഷപാതമാണ്. ഇന്ത്യ എല്ലാം തെറ്റ്, പാകിസ്ഥാൻ ശരിയെന്ന് പറയുന്ന ഈ നാണം കെട്ടവൻ എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? ഇയാളെ എന്തിനാ ഇവിടെ താമസിക്കുന്നത്? പോട്ടങ്ങോട്ട്. അയക്ക് പ്രതിപക്ഷ നേതാവ് എവിടെ? കോൺഗ്രസും എടുത്തുന്നു. കോൺഗ്രസിന് AICC സമ്മേളനം നടത്തിട്ടില്ല, കാണുന്നില്ല. അവർക്കൊന്നും 2 കൊല്ലമായി, ഇയാളെ കാണുന്നില്ല. ആ സമ്മേളനത്തിന്റെ ആദ്യ നടക്കുന്നതുണ്ട് അയാള്, പിന്നെ കണ്ടിട്ടില്ല. അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് കണ്ടിട്ട്. എവിടുന്നാ? ഈയുടെ ഒരു കൂട്ടുകാരത്തിയുണ്ട്, മറ്റേ കാര്യങ്ങൾ കൊടുത്ത കൂട്ടുകാരത്തി. അതിന് കുറച്ച് വിദേശ രാജ്യത്ത് അയാള് സുവാസ കേന്ദ്രത്തിൽ കൂടെ തെറ്റി നടക്കുക അവളുമായിട്ട്, ആ പെണ്ണുമായിട്ട്. ഒന്ന് ആലോചിച്ചേ. ഏടെ ആയതിൽ മാന്യത എന്ന് പറയുന്നത്? മാന്യത്ര അയാളെ പെണ്ണ് അയാൾക്ക് കെട്ടാൻ പാടില്ല. പെണ്ണെ അതല്ല, വേറെ പെണ്ണ് അയാൾക്ക് ഒരു പെണ്ണല്ലല്ലോ, അതല്ലേ പ്രശ്നം. അങ്ങനെ എല്ലാ ദൂഷിച്ച സ്വഭാവങ്ങളുടെ ഉടമയായിട്ടുള്ള ഈ ഏപ്യൻ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന് അപമാനമാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഇയാൾക്കെതിരായി ജനങ്ങളെ സംഘടിച്ച് ഇറങ്ങണം. കോൺഗ്രസ് സംഘടിക്കുന്നത്. കോൺഗ്രസ് പ്രസ്ഥാനത്തെ തീർത്തെടുക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആളായികള്. ഇയാള് മുസ്ലിം ലീഗ് ചേരട്ടെ, അതാണ് നല്ലത്. അല്ല SDPയിലോ വല്ല ചേരട്ടയില്. അങ്ങനെ എല്ലാ ഊളത്തരത്തിനും കൂട്ടു നിന്നോളൂ. മുസ്ലിം ലീഗ് അത്ര ഊളത്തരത്തിന് കൂട്ടു നിൽക്കുകയാണ്. അതുകൊണ്ട് അയാൾക്ക് പറ്റിയ പാർട്ടി SDP ചെയ്യാന്ന എന്റെ അഭിപ്രായം. അതിനെ അയാളെ ഉപദേശിക്കുന്ന ജനങ്ങളെന്ന കോൺഗ്രസ് പ്രവർത്തകരെന്നാണ് എന്റെ അഭിപ്രായം.
ഒരു കാര്യം കൂടി, ഈ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. മാത്രമല്ല 140 കോടി ജനങ്ങളുടെ വോട്ട് അല്ലെങ്കിൽ അതിലൂടെ ജനാധിപത്യപരമായ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിലെ പല രാജ്യങ്ങളും ഇത് പഠിക്കാനായി പോലും ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇത് കൃത്യമായി ഈ ഇലക്ഷൻ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കാൻ വരെ. അപ്പൊ അത്രത്തോളം ജനാധിപത്യമായ രീതിയിൽ പോകുന്ന ഒരു സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നതെന്നാണ് BJP അടക്കം ആരോപിക്കുന്നത്. സത്യത്തിൽ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കോൺഗ്രസ് ജയിക്കുന്നിടത്തെല്ലാം ജനാധിപത്യം, BJP ജയിക്കുന്നിടത്തെല്ലാം വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ട് മോഷണം എന്ന് പറയുന്ന നിലപാട്, ഈ നിലപാടെടുക്കുന്ന രാഹുൽ ഗാന്ധി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇന്ത്യയുടെ ജനാധിപത്യത്തെ തകർക്കുക എന്നുള്ളത്, അത് ജനാധിപത്യ സംവിധാനത്തെ തകർക്കുക എന്നുള്ളതാണോ? എന്താ സംശയം? അത് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഈ ഇന്ത്യ വിരുദ്ധനായ ഇയാൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കണമെന്നാണ്. അയാൾ എപ്പോഴും പാകിസ്ഥാന് വേണ്ടിയല്ലേ സംസാരിക്കുന്നത്. ചേരിക്ക് വേണ്ടി സംസാരിക്കുക, പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുക, ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ഈ പൊട്ടൻ ഒരു കാര്യം മനസ്സിലാക്കട്ടെ, എന്താണെന്നറിയോ? 14 കോടി മെമ്പർഷിപ്പുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ കക്ഷിയാണ് BJP, ഭാരതീയ ജനതാ പാർട്ടി. മനസ്സിലായില്ലേ? അയാൾക്ക് അറിയത്തില്ലേ അത്? അല്ല, പഠിക്കണ്ടേത്? 14 കോടി ആക്റ്റീവ് മെമ്പർഷിപ്പുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണ് BJP, ഭാരതീയ ജനതാ പാർട്ടി. ആ പാർട്ടിയുടെ അനിഷേധ്യനായ നേതാവാണ് നരേന്ദ്രമോദിജി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇന്ത്യയിലെ ജനങ്ങൾ ബഹുമാനിക്കുന്നതിനേക്കാൾ കൂടുതലായി വിദേശ രാഷ്ട്ര തലവന്മാരും വിദേശ രാജ്യത്തെ ജനങ്ങളും മോദിജിയെ ബഹുമാനിക്കുക, അങ്ങേരുടെ വാക്കുകൾക്ക് അത്രമാത്രം വില കൽപ്പിക്കുക. ഇന്നിപ്പോ ഇന്ത്യയുടെ വില വർദ്ധിച്ചു എന്ന് മാത്രമല്ല, എപ്പോഴും അമേരിക്കയാണ് എല്ലാത്തിൻ്റെ ഒരു മധ്യസ്ഥനായിട്ട് വരുന്നത്. ഇത് അമേരിക്ക ട്രംപിനെ പോലും തള്ളിക്കൊണ്ട് ലോകത്തിലെ രാഷ്ട്രങ്ങളുടെ എല്ലാം നേതൃനിരയിലേക്ക് ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിരിക്കുക എന്ന് മാത്രമല്ല, ചെറിയ ചെറിയ തർക്കങ്ങളുടെ രാജ്യങ്ങൾ തമ്മിലുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഏറ്റവും വലിയ ഉപദേശം നൽകുന്ന ആളായി മോദിജി മാറിയിരിക്കുക. ഇത് കണ്ടപ്പോഴത്തേക്കും ഈ പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞ് പാർലമെന്റിലും പോകാത്ത, പാർലമെന്റിൽ പോയി അത് പ്രസംഗിക്കാറില്ലോ, നോക്കിയിരിക്കുകയല്ലോ, വല്ലവരും പ്രസംഗിക്കാൻ കണ്ടോണ്ടിരിക്കുക, കളിയുള്ളേക്ക് കളി കണ്ടോണ്ടിരിക്കുന്നതല്ലാതെ കളിക്കുകയല്ലേ. ആ സ്വഭാവം നിർത്തണ്ടേ? പ്രസംഗിക്കണ്ടേ നീ പാർലമെന്റിൽ? ഒരക്ഷരം മിണ്ടുകല്ലാണ് മിണ്ടാനറിയാത്തവൻ. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അപകടമാണ്. ഇയാളെ പുറത്തേ അടിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ മുന്നിട്ടിറങ്ങണം എന്നാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി.